ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോമതി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് മീനാക്ഷി രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറി വരുവാട്ടോ. അപ്പോൾ തലേ ദിവസത്തെ കാര്യം ആകാശം മദ്യപിച്ചൊക്കെ വന്ന കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്ന കൂട്ടത്തിൽ ആകാശിന് നല്ല വിഷമമുണ്ട്. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആകാശ് ഇന്നലെ മദ്യപിച്ച് വന്നത് അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഞാനതെല്ലാം ആകാശിനോട് പറഞ്ഞോളാം. അമ്മ ഒന്നും ടെൻഷൻ അടിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. പക്ഷേ ഗോമതിക്ക് നല്ല വിഷമമുണ്ട്. ബാലേട്ടനാണെങ്കിൽ ഇന്നലെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? അതൊന്നുമില്ല, അമ്മ പേടിക്കണ്ട. ഈ ശീലങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. അല്ലെങ്കിലും നീ അവനോട് പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. ഞാനങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവില്ല അമ്മ വിഷമിക്കാതെ. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞില്ലേ. അല്ലെങ്കിലും ആകാശിന് 2 ഡോസിൻ്റെ കുറവുണ്ട്. അത് ശരി. പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല വഴക്ക് കൂടിയോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ കൊച്ചു കൊച്ചു വഴക്കങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിക്കോളുമല്ലോ. പിന്നെ ഇപ്പം തന്നെ ആകാശിൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊന്നും അത്ര നല്ലതല്ല. എടി, നീ നിൻ്റെ അച്ഛനെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛനായാലും അമ്മയായാലും കണക്കാ. ആകാശിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും ഞാൻ അതിനെ എതിർക്കും. അത് അമ്മ അതൊന്നും വിഷമിക്കണ്ട ആരെക്കുറിച്ചായാലും. പിന്നെ ഞാൻ മോളോട് ഒരു കാര്യം പറയട്ടെ, നീ എങ്ങനെയെങ്കിലും ഒരു ലൈസൻസ് അവന് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇല്ലമ്മേ, കൊണ്ടുവന്നിരിക്കുന്ന രേഖകളെല്ലാം വ്യാജമാണ്, ശരിയായിട്ടുള്ള രേഖകൾ പോലും അല്ല. പിന്നെ എങ്ങനെ ഞാൻ കൊടുക്കുക? ഇനിയിപ്പോൾ ശരിയായിട്ടുള്ള കൊണ്ടുവന്നാലും ഞാൻ കൊടുക്കില്ല. ഗോമതി സ്റ്റോറിനെതിരായിട്ട് പുതിയൊരു കട തുടങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല, മനസ്സിലായോ? പിന്നെ അല്ലെങ്കിലും ഇവിടുന്ന് പോയി പുതിയൊരു കട തുടങ്ങുവാണെങ്കിൽ അന്ന് മുതൽ ആകാശിൻ്റെ കഷ്ടകാലം തുടങ്ങും. അയ്യോ മീനു, എന്നെ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അമ്മ എന്തിനാ പേടിക്കുന്നത്? ആകാശ് അപകടത്തിൽ പോയി ചാടാൻ വേണ്ടി ഞാൻ സമ്മതിക്കുമോ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? അതില്ല. എന്നാലും പിന്നെന്താ, ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ലൈസൻസ് കൊടുക്കാത്തതെന്ന്? ആകാശിനെ ഇന്നലെ കണ്ടപ്പോൾ കുടിച്ചും കൊണ്ടൊക്കെ വന്നപ്പോൾ എനിക്ക് വല്ലാതൊരു വിഷമം തോന്നി. എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ബാലേട്ടനോട് സംസാരിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചു ബാലേട്ടനോട്. എന്തിനാ അച്ഛനോട് അതിനൊക്കെ പറയാൻ പോയത്? അച്ഛൻ പറയുന്നതിലും കാര്യമില്ലാതെ അച്ഛനൊന്നും പറയില്ലല്ലോ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയാട്ടോ. അതെല്ലാം കഴിഞ്ഞ് മീനാക്ഷി നേരെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് ആകാശ് രാവിലെ ഉറക്കം ഉണരുന്നത്. മീനൂന്ന് വിളിക്കട്ടെ. ആരാ? എന്താ രാവിലെ കള്ളാണോ വേണ്ടത് അത് ചായയാണോ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി കളിയാക്കി ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് തലേ ദിവസത്തെ കാര്യം ഓർത്ത് ഒരുപാട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. സോറി. എന്തിനാ നീ സോറി പറയണേ? പക്ഷേ ആകാശേ, ഞാനൊരു കാര്യം പറയാം, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാട്ടോ. അയ്യോ ദൈവം നീ എന്നെ കളിയാക്കരുത്. ഞാൻ ഇന്നലെ ചെയ്തത് ഒരു അബദ്ധമായിപ്പോയി. എനിക്കൊരു വിഷമം വന്നു, ഞാൻ കുടിച്ചു, അത്രയേ ഉള്ളൂ. കുടിച്ചപ്പോൾ നിൻ്റെ വിഷമമെല്ലാം മാറിയോ? എന്നാൽ പിന്നെ നീ പോയി ഒരു കുപ്പി വാങ്ങിച്ചിട്ടോ. നമുക്കും കൂടെ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആരെയും ഇത്ര എല്ലാവരെയും വിളിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം, അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കട്ടോ. ദൈവം നീ ഒന്ന് വിട്, ഒരബദ്ധം പറ്റിപ്പോയതാ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ആകാശ്, വെറുതെ ആകാശ് ഇങ്ങനെയൊന്നും പോയി ചാടരുത് ദയവ് ചെയ്ത്. മുമ്പൊക്കെ വല്ലപ്പോഴൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് ടെറസിലൊക്കെ പോയിരുന്ന് മദ്യപിക്കുമല്ലോ, പിന്നെ ബീറൊക്കെ കഴിക്കുമല്ലോ. അപ്പോഴൊക്കെ ഞാൻ സന്തോഷിച്ചിരുന്നു, കാരണം അത് സന്തോഷം കൊണ്ടാണ് നിങ്ങളത് കഴിക്കുന്നത്. പക്ഷേ ഇപ്പം ഇന്നലെ ആകാശ് കഴിച്ചിട്ട് വന്നത് വൈരാഗ്യം, വിരോധം കൊണ്ടുള്ള ഒരു ദേഷ്യത്തിൽ കഴിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ചെയ്താൽ ഇത് പിന്നീട് ശീലമാവും. അത് ഞാൻ സമ്മതിച്ച് തരില്ല. എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ വിട്ടെറിഞ്ഞ് ആകാശിനെ മാത്രം വിശ്വസിച്ച് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ആവർത്തിക്കരുത്, എനിക്ക് വാക്ക് തരണമെന്ന് പറയാം. അങ്ങനെ ആകാശാണെങ്കിൽ മീനാക്ഷിയെ വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. അന്ന് രാവിലെ തന്നെ ബാലൻ പോകാൻ വേണ്ടിയൊക്കെ റെഡിയാകുമ്പോൾ പൂജാമുറി പോയി ബാഗും താക്കോലും ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് നമ്മൾ ഗോമതി. ഇതും കണ്ടുകൊണ്ടാണ് സുകന്യ അങ്ങോട്ട് വരുന്നത്. വന്ന പാടെ ചോദിക്കുകയാണ്, ബാലേട്ട കടയിലേക്കാണോ? ഇതെന്താ ഇങ്ങനെ? അപ്പം ഗോമതി പറയാം, അതങ്ങനെ തന്നെയാണ്, എല്ലാ ദിവസവും കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നിട്ട് എന്നെ വിളിക്കും. എൻ്റെ കയ്യിൽ നിന്നാണ് ഇത് താക്കോലും ബാഗും ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോണത്. തിരിച്ച് വരുമ്പോഴും ഇതെന്നെ ഏൽപ്പിക്കും. വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ്. അത് ശരി, വർഷങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെയാണല്ലേ? ഗോമതി സ്റ്റോർ തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് സുകന്യ എന്ന് പറയട്ടോ. ബാലേട്ടാ, എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു 5 മിനിറ്റ് തിരക്കില്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കണം. അതിനെന്താ? സുകന്യ പറഞ്ഞു. അപ്പോൾ മീനാക്ഷി അങ്ങോട്ട് വരുമോ കേട്ടോ. ആ സമയത്ത് സുകന്യയാണെങ്കിൽ ബാലനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബാലേട്ടൻ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? കോമതി ചേച്ചി പറഞ്ഞിരുന്നോ? എന്താ കാര്യം പറ. അല്ല, ആകാശിനെ കുറിച്ചാണ്. ആകാശ് ഇന്നലെ മദ്യപിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും മറ്റൊന്നും തോന്നരുത്. ഒരു മദ്യപാനി താമസിക്കുന്ന വീട്ടിൽ കഴിയാനായിട്ട് എനിക്ക് വലിയ പേടിയാണ്. അപ്പോൾ തന്നെ 2 പേരുടെ മുഖം വല്ലാതെ ആവുക കേട്ടോ. പിന്നെ ആൽക്കഹോളിക്കായിട്ടുള്ള ഒരാൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? ഇതും കേട്ടുണ്ടെന്ന് മീനാക്ഷിക്ക് ദേഷ്യം വരുവാണ്. മീനാക്ഷി പറയാം, എൻ്റെ ആകാശ് ആൽക്കഹോളിക് അല്ല. അങ്ങനെ
ആൽക്കഹോളിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചേച്ചിക്ക് ശരിക്കും മനസ്സിലുണ്ടായിട്ടില്ല. ഓ, മദ്യപാനികളെല്ലാം അങ്ങനെ തന്നെയാണ്, കുറച്ച് കുടിച്ചാലും കൂടുതൽ കുടിച്ചാലും അങ്ങനെ തന്നെയാണ് എന്ന് സുകന്യ ദേഷ്യത്തോട് പറയാം. അപ്പോൾ ഗോമതി പറയാ, സുകന്യ നീ പേടിക്കുന്നത് പോലെ ആകാശ് അങ്ങനെ മുഴുകുടിയൊന്നുമല്ല, ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാ. ഓ, ആകാശിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ പറയുന്നത്. ദിവസം എന്തൊക്കെ വാർത്തകളാണ് ഞാൻ കേൾക്കുന്നത്. മദ്യപാനം ചോദിച്ചത് അച്ഛനെ മകൻ അടിച്ചു കൊന്നു, പിന്നെ മദ്യപിച്ചെന്ന ഭർത്താവ് ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു, എന്തൊക്കെ വാർത്തകളാണ്. അതുപോലെയൊക്കെ സംഭവിക്കില്ല എന്ന് എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെയുള്ള ഒരാളല്ല. ഓ, ഇതൊക്കെ നടന്ന സംഭവത്തും അവിടുത്തെ അമ്മമാരൊക്കെ ഇങ്ങനെയായിരിക്കും വിശ്വസിച്ചിരുന്നത്, എന്നിട്ട് ഇതൊക്കെ സംഭവിച്ചില്ലേ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബാലൻ പറഞ്ഞിട്ടുണ്ട്, ഗോമതി വെറുതെ സുകന്യെ കുറ്റം പറയേണ്ട കാര്യമില്ല, സുകന്യ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, പിന്നെ ആകാശം നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്, കുഴപ്പമില്ല സുകന്യ, ഇനി നമ്മളതൊക്കെ ശ്രദ്ധിച്ചോളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ വല്ലാത്തൊരു നാണക്കേടായി പോവാട്ടോ അവരെല്ലാവരും. എനിക്ക് സുകന്യ പറഞ്ഞുകൊണ്ട് ഇനി ഇത് ആവർത്തിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, പിന്നെ ബാലേട്ടൻ വാക്ക് തന്ന സ്ഥിതിക്ക് ഇനി വീണ്ടും കുടിച്ചിട്ട് വരുമോ ഇല്ലെന്ന് ഞാൻ നോക്കിക്കൊള്ളാം എന്നിങ്ങനെ പറയണം. അതെല്ലാം കഴിഞ്ഞ് മീനാക്ഷി ഭയങ്കര സങ്കടത്തിൽ മാറി നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് ആകാശം അങ്ങോട്ട് വന്ന് വീണ്ടും സോറി പറയുന്നുണ്ട്. എന്നിട്ട് ആകാശിനോട് പറയാം, കണ്ടോ വെറുതെ മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കാനും പറയാനും ഒക്കെ ഇടവരുത്തിച്ചത് നമ്മൾ തന്നെയല്ലേ, ഇനി ഇത് ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആകാശിന് ഒരു താക്കീതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ധർമ്മൻ അങ്ങനെ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ ധർമ്മൻ രണ്ടുപേരോട് പറയാം, സുകന്യയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. അതെന്തിനാ അങ്ങനെ? അല്ല, അവൾ വന്നെന്ന് നാളെ മുതൽ വല്ലാത്തൊരു പ്രശ്നക്കാരിയാണല്ലോ, നമ്മളെ ഈ സ്നേഹം പരസ്പര സ്നേഹം എല്ലാം അവൾ കാരണം പിരിഞ്ഞു പോകുന്നൊരു പേടിയുണ്ടെന്ന് പറയാം. അങ്ങനെയൊന്നും പേടിക്കണ്ട, സുകന്യ ചേച്ചി പറഞ്ഞ നല്ലൊരു കാര്യം, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ സംസാരിച്ചത്, ആകാശിന് വേണ്ടിയിട്ടല്ലേ സംസാരിച്ചത്, അത് അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ എടുത്താൽ മതി എന്ന് മീനാക്ഷി പറയാൻ കേട്ടോ. അപ്പം മാമന് അത്ര വലിയ വിഷമമായിപ്പോയി എന്ന് അറിയുമ്പോൾ തന്നെ ആകാശി ചിരിപ്പിക്കാനായിട്ട് ഓടിപ്പോയി ഇക്കിളിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രി ബാലൻ ആകാശിനെ ഒറ്റയ്ക്ക് വിളിപ്പിക്കുകയാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ ആകാശ് രാത്രി ബാലൻ ഇരിക്കുന്നിടത്തേക്ക് വരുമ്പോഴത്തേക്കും എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലൻ പറയണം, ഓ നിന്നെ വിളിച്ചത് പൂവിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു തട്ടമൊക്കെ വെച്ച് താലപ്പൊലിയൊക്കെ വെച്ചിട്ട്. ഓ അതിനായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നിങ്ങനെ ആകാശ് തിരിച്ച് കളിയാക്കി പറയട്ടോ. ബാലനങ്ങ് ദേഷ്യം വരുവാണ്. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.